കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് സ്റ്റോക്ക് മേടിക്കുന്നത്, അതായത് ബൈ ചെയ്യുന്നത് കണ്ടിരുന്നു. അതിൻ്റെ ലൈവായിട്ടുള്ള എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ടാറ്റ മോട്ടോഴ്സിൽ ക്ലിക്ക് ചെയ്യുന്നു, ബൈ ഓപ്ഷൻ കൊടുക്കുന്നു. ഇവിടെ ക്വാണ്ടിറ്റി ഇപ്പോൾ ഈ സമയം 5:54 ഞായറാഴ്ചയാണ്, ഇന്ന് മാർക്കറ്റ് ഓപ്പൺ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞാണ് പോകുന്നത്. ഇവിടെ ഞാൻ ക്വാണ്ടിറ്റി 1 കൊടുത്തു, ദെൻ മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞ് സ്വൈപ്പ് ടു ബൈ ഇവിടെ കൊടുക്കുക. അതിനു മുമ്പ് ഇവിടെ നിങ്ങൾ കാണാം എമൗണ്ട് എത്രയാണ്, 718.25. ഇതിൻ്റെ ചാർജ് എത്രയാണ്, 0.75 ആണ് ഇതിൻ്റെ ചാർജ്. ഇനി നിങ്ങൾ സ്വൈപ്പ് ടു ബൈ കൊടുക്കുക. അതായത് അടുത്ത ദിവസത്തേക്കായിട്ട് സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഈ ഓർഡർ എവിടെ വരുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി നിങ്ങൾ പോകേണ്ടത് ഏറ്റവും താഴെയുള്ള വാച്ച് ലിസ്റ്റ് ഉണ്ട്, ഓർഡേഴ്സിൽ പോവുക. ഓർഡേഴ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ 2-3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഓപ്പൺ ഉണ്ട്. ഓപ്പൺ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കൊടുത്തതാണ്. അത് ടാറ്റ മോട്ടോഴ്സ് ബൈ ചെയ്യാൻ വേണ്ടിയുള്ള നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു, അതവിടെ കണ്ട് AMO റിക്വസ്റ്റ് റിസീവ്ഡ് 17:54. ഇനി ഇത് ഞാൻ എക്സിക്യൂട്ട് ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് കാണിച്ചു തരാം. എക്സിക്യൂട്ട് ആയിക്കഴിഞ്ഞാൽ എക്സിക്യൂട്ടഡിൽ വന്ന് കിടക്കും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ ക്യാൻസൽ ചെയ്ത് നോക്കിയതായിരുന്നു, ഇതിപ്പോൾ ക്യാൻസൽ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു ഓപ്പൺ പൊസിഷനും ഉണ്ട്. ഇൻ കേസ് നിങ്ങൾ എറർ പറ്റി കൊടുത്തതാണെങ്കിൽ നിങ്ങൾക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസൽ ഓപ്ഷനുണ്ട്. ക്യാൻസലിൽ ഞെക്കുക, ക്യാൻസൽ ഓർഡർ എസ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഓർഡർ ക്യാൻസൽ ആയിട്ടുണ്ട്. അത് എക്സിക്യൂട്ടഡിലാണ് വന്ന് കിടക്കുക. അപ്പോൾ നിങ്ങൾ നോർമൽ ട്രേഡിംഗ് അവേഴ്സിലാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ഓപ്പണിൽ വന്ന് കിടക്കും. അതിനുശേഷം മേടിച്ചിട്ടുണ്ടെങ്കിൽ എക്സിക്യൂട്ടഡിൽ വന്ന് കിടക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ പോർട്ട്ഫോളിയോ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പൊസിഷൻസ് എന്ന് കാണാം. അപ്പോൾ ഈ പൊസിഷനിൽ നിങ്ങൾ അന്ന് മേടിച്ച ട്രേഡുകൾ അന്ന് കാണാം. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ഇത് ഹോൾഡിങ്സിൽ പോയി കിടക്കും. ഇപ്പോൾ എൻ്റെ ഹോൾഡിങ്സിൽ 37 കാണിക്കുന്നുണ്ട്. അത് 37 പല ഷെയറുകൾ, പല കമ്പനികളിലെ 37 കമ്പനികളിലെ ഷെയർ ഈ ഹോൾഡിങ്സിലുണ്ട്, അതാണ് കാണിക്കുന്നത്.